പുനലൂരിന്റെ കാര്യത്തിൽ കോൺഗ്രസിലെ തന്നെ ചില ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായം വരികയും ചെയ്തു. പുനലൂരിൽ കോൺഗ്രസിന് തലവേദനയായി വിമത നീക്കം. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ലെന്ന നിലപാടിലാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. ഉറച്ചു നിൽക്കുകയാണവർ. കോൺഗ്രസിന് വേരോട്ടമുള്ള മണ്ഡലത്തിൽ ലീഗ് സ്ഥാനാർത്ഥി വേണ്ട എന്നതാണ് നിലപാട്. പുനലൂർ നിയോജക മണ്ഡലം കോൺഗ്രസിന് ഏറെ വേരോട്ടമുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ 10 വർഷമായി ഘടകകക്ഷികൾക്കാണ് സീറ്റ് കൊടുത്തത്. ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇവിടെ മത്സരിച്ചപ്പോഴെല്ലാം വളരെ വലിയ ഭൂരിപക്ഷത്തിലാണ് എതിർ സ്ഥാനാർത്ഥികൾ ജയിച്ചത്. വേരോട്ടമുള്ള കോൺഗ്രസ്, പ്രവർത്തകരുള്ള കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തരണം. കോൺഗ്രസ് പ്രവർത്തകർ ഐക്യകണ്ഠനെടുത്ത തീരുമാനമാണ്. ആരും മാറി നിന്നിട്ടില്ല. ഐക്യകണ്ഠനെടുത്ത തീരുമാനമാണ് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി മത്സരിക്കണം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനമാണ് കോൺഗ്രസിന്റെ മത്സരിക്കണം. അങ്ങനെ എന്റെ പേര് വന്നു മത്സരിക്കുന്നു. ഇനി അഥവാ കോൺഗ്രസ് നേതൃത്വം പറയുന്നു മറ്റൊരാൾ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാറിക്കൊടുക്കും. മാറിക്കൊടുത്തിട്ട് പക്ഷേ അത് കോൺഗ്രസിന് മാത്രം ഘടകകക്ഷികൾക്കാണ് കൊടുക്കുന്നത്. കാരണം ഘടകകക്ഷികളെല്ലാം തോറ്റിവിടെ. ഇതാണ് വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഘടകകക്ഷികൾ, അതായത് ലീഗ് തുടർച്ചയായിട്ട് പരാജയപ്പെടുന്ന ഒരു സീറ്റായിട്ട് പുനലൂർ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും പ്രശ്നം സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് DCC. പ്രാദേശിക പ്രവർത്തകരോട് സംസാരിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നാണ് DCC അധ്യക്ഷന്റെ പ്രതികരണം. ആ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെടാനാണ് ഞാൻ നൗഷാദ് യൂനിസിനോട് പറഞ്ഞിട്ടുള്ളത്. അവരൊരു അഡാമന്റ് നിലപാട് സ്വീകരിച്ച് നിൽക്കുന്നു. എന്റെ പൂർണ്ണമായ വിശ്വാസം സംസ്ഥാന നേതൃത്വവും AICC നേതൃത്വവും ഇടപെട്ട് അത് പരിഹരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അല്ല, അവരോട് സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരു സെറ്റിൽമെന്റിന് തയ്യാറായിട്ടില്ല. അവർ കുറച്ചുകൂടെ ഉയർന്ന തലത്തിലുള്ള ആളുകൾ ബന്ധപ്പെട്ട് പരിഹരിക്കണം എന്നാണ് എന്റെ ഒരു നിലപാട്. പ്രാദേശിക നേതൃത്വത്തെ അനുനയിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് KPCC. കോൺഗ്രസ് പ്രാദേശികമായി ഉയർത്തുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് UDF ഔദ്യോഗിക സ്ഥാനാർത്ഥി നൌഷാദ് യൂനുസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പാണക്കാട് തങ്ങൾ എന്നോട് വിളിച്ച് പറഞ്ഞു പുനലൂരിലേക്ക് പോകണം, മത്സരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ സാഹചര്യം എന്തു തന്നെ ആയാലും UDF ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ ഇലക്ഷനെ നേരിടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സീറ്റാണ് പുനലൂരുള്ളത്. അപ്പോൾ അതിലേക്ക് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ അല്പം വൈകിയെന്നേ ഉള്ളൂ. അപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം ഉണ്ടാകുന്നു. ഇനി മത്സരരംഗത്തേക്ക് ഇറങ്ങണം. ബാക്കി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് വിശ്വാസം. മുസ്ലിം ലീഗിന് ഒറ്റയ്ക്ക് അവിടെ ചെന്ന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കോൺഗ്രസിൻ്റെ മുഴുവൻ പിന്തുണയും ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് പിന്തുണയുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് പുനലൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത. പുനലൂർ മണ്ഡലം പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ അത് കഴിഞ്ഞ കുറേ കാലങ്ങളിലായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 2011 മറ്റോ ആണ് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവസാനമായിട്ട് വരുന്നത്, ഒരു ജോൺസൺ എബ്രഹാം. അതിനുശേഷം യൂനൂസ് കുഞ്ഞിനെയാണ് ലീഗ് ഇറക്കുന്നത്. വലിയ രീതിയിൽ പരാജയപ്പെട്ടു. അതിന് തൊട്ടു പിന്നാലെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ തന്നെ കൊണ്ട് പുനലൂരിൽ നിർത്തി. അബ്ദുറഹ്മാൻ രണ്ടത്താണിക്കൊന്നും പുനലൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാവില്ലല്ലോ. അവിടെയും അബ്ദുറഹ്മാൻ രണ്ടത്താണി 37,000 വോട്ടുകൾക്കാണ് PS സവാൽ പരാജയപ്പെടുത്തിയത്. അതിന് തൊട്ടു മുമ്പാണെങ്കിൽ K രാജു പരാജയപ്പെടുത്തി യൂനൂസ് കുഞ്ഞിനെ. ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷ UDF വയ്ക്കാത്ത മണ്ഡലമാണ് പുനലൂർ. പക്ഷേ ആ മണ്ഡലത്തിൽ പോലും ലീഗിനെ കൊണ്ട് നിർത്തുമ്പോൾ കുറച്ചുകൂടി ദുർബലമാകും. കോൺഗ്രസ് ആണെങ്കിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാം. ഒരു നല്ല കാൻഡിഡേറ്റാണ് വരുന്നതെങ്കിൽ വേണമെങ്കിൽ മണ്ഡലം പിടിച്ചെടുക്കാം എന്നുള്ളതാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഫീലിംഗ്. അതാണ് അവർ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും DCC നേതൃത്വം നൈസായിട്ടൊന്ന് കൈയൊഴിഞ്ഞിട്ടുണ്ട്. AV ജയശങ്കറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. പുനലൂർ മണ്ഡലത്തിന്റെ കാര്യത്തിൽ ഒരു ചെറിയ ടെൻഷൻ ഇപ്പോൾ നിലനിൽക്കുന്നത്. ലീഗിന് അവിടെ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടായിട്ട് തന്നെ 37,000 വോട്ടിനാണ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത്. അപ്പോൾ കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലെങ്കിൽ അവിടുത്തെ ഔദ്യോഗിക UDF സ്ഥാനാർത്ഥിയുടെ നില വളരെ പരിതാപകരമാവില്ല. AV ജയശങ്കർ, എങ്ങനെയാണ് ഇനി ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക? പ്രാദേശിക നേതൃത്വം അമ്പിനും വില്ലിനും അടുക്കുന്നില്ലെന്നാണ് അറിയുന്നത്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. എന്തായാലും കഴിഞ്ഞ ദിവസം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ ചേർന്നാണ് നെൽസൺ സെബാസ്റ്റ്യനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. അവരുടെ ഒരു വികാരം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള മുന്നേറ്റം പുനലൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ വരണം. തുടർച്ചയായി ഈ മണ്ഡലം മുസ്ലിം ലീഗിന് നൽകുകയും അത് നിരന്തരമായി പരാജയപ്പെടുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഈ വിഷയം നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഒരു അനുകൂല തീരുമാനം ഉണ്ടായില്ല. ഇതിന് പിന്നാലെയാണ് ഇന്നലെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രാദേശിക
പ്രാദേശിക നേതൃത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ KPCCയുമായി ബന്ധപ്പെട്ട KPCC അംഗങ്ങളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗങ്ങളൊക്കെ തന്നെ ഈ യോഗത്തിൽ, ഈ പ്രാദേശികമായി പുനലൂരിൽ കൂടി യോഗത്തിലുണ്ടായിരുന്നു. ഈ പുനലൂരുമായി ബന്ധപ്പെട്ട നേതാക്കൾ തന്നെയാണ് യോഗത്തിൽ പങ്കെടുത്തത്. അങ്ങനെ ആ യോഗത്തിലാണ് നെൽസൺ സെബാസ്റ്റ്യനെ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. ഇനി കോൺഗ്രസിന്റെ ഔദ്യോഗികമായി ഏതെങ്കിലും സ്ഥാനാർത്ഥി വന്നാൽ നേതൃത്വം പറഞ്ഞാൽ ഒഴിഞ്ഞു നൽകാൻ തയ്യാറാണെന്നാണ് നെൽസൺ സെബാസ്റ്റ്യനോട് പറയുന്നത്. ഈ മണ്ഡലം തിരിച്ചു പിടിക്കണമെങ്കിൽ അത് കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്നാണ് ഡോക്ടർ അരുൺ ഈ നേതാക്കൾ പറയുന്നത്. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ നൌഷാദ് യൂനിസ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഔദ്യോഗികമായി മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു. പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കും, അങ്ങനെ പരിഹരിച്ചാൽ മാത്രമേ, കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ മാത്രമേ ആ മണ്ഡലത്തിൽ മുന്നോട്ട് പോകാനാവുള്ളൂ, ഇല്ലെങ്കിൽ പ്രവർത്തിക്കാനാകൂ എന്നാണ്. എന്തായാലും മണ്ഡലം തിരിച്ചു പിടിക്കാനാകുന്ന ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാരുടെ പ്രശ്നം പരിഹരിക്കണം, ആ കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നെന്തായാലും DCCയുടെ അധ്യക്ഷൻ തൽക്കാലം കൈയൊഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് സംസ്ഥാന നേതൃത്വമാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്, സംസ്ഥാന തലത്തിൽ പരിഹരിക്കേണ്ട വിഷയമാണ്. താൻ ആ പ്രശ്നക്കാരുമായൊക്കെ സംസാരിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അങ്ങനെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ DCC അധ്യക്ഷനെ ബന്ധപ്പെട്ട ഘട്ടത്തിലാണ് ഇത്തരത്തിൽ DCC അധ്യക്ഷൻ ഒരു പ്രതികരണം നൽകി. എന്തായാലും കീറാമുട്ടിയായി പുനലൂർ നിലനിൽക്കുകയാണ്. ചടയമംഗലത്തെ പ്രശ്നങ്ങളൊക്കെ ഡോക്ടർ അരുൺ ഏറെക്കുറെ പരിഹരിച്ചിട്ടുണ്ട്. അവിടെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടുകൂടി അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ തീർന്നിട്ടുണ്ട്. പക്ഷേ പുനലൂരിൽ പ്രശ്നം നിലനിൽക്കുന്നു. അവിടെ UDFന് ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ ഒരു റിബലും ഉണ്ട്. ആ റിബലിന്റെ പ്രത്യേകത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഔദ്യോഗിക സംവിധാനം നേരിട്ട് നിർത്തിയ ഒരു സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ്. ഇനി നേതൃത്വം കണ്ടറിയണം ഇനി എന്താണ് പുനലൂരിൽ സംഭവിക്കാൻ പോവുക എന്നുള്ളത്.